ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ജം ടോക്കീസ്. അപ്പം ചില കാര്യങ്ങൾ ഇന്നത്തെ എപ്പിസോഡിൽ നിന്നും കട്ടാക്കിയിട്ടാണ് നമ്മളെ കാണിച്ചിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെയോ എപ്പിസോഡിൽ കൃത്യമായിട്ട് അറിയത്തില്ല ഏത് എപ്പിസോഡാണെന്ന്. അതായത് മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യം ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു. ആദിലയും നൂറയെ എഴുന്നേൽപ്പിച്ച് നിർത്തിയിട്ട് അവരോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഷാനവാസ് മെയിൽ ഷോവനിസ്റ്റ് ആണെന്ന്. ഷാനവാസ് ശരിക്കും പറഞ്ഞാൽ ഞെട്ടിപ്പോയി കേട്ടോ. ഇവളുമാർ തന്നെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്നുണ്ടെന്ന് ഷാനവാസിന് അറിയത്തില്ലല്ലോ. മാറിയിരുന്ന് കുറ്റം പറയുന്നതൊന്നും ഷാനവാസിന് അറിയത്തില്ല. സോ ഇങ്ങനൊരു സാധനം ഷാനവാസ് ശരിക്കും പറഞ്ഞ് നെഞ്ച് പൊട്ടിപ്പോയി എന്നൊക്കെയാണ് ഷാനവാസ് ലൈവിൽ ഇരുന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ലൈവിൽ ഇരുന്ന് കണ്ടപ്പം 10:30 തൊട്ട് നമുക്ക് ലൈവ് ഉണ്ടായിരുന്നു. ലൈവിൽ ഇരുന്ന് കണ്ടപ്പോഴത്തേക്കും ഷാനവാസ് അതിലിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ നിന്നും ഞാനിത് പ്രതീക്ഷിച്ചില്ല. നിങ്ങൾ എന്ത് മെസ്സേജാണ് ഇതിൽ നിന്നും പുറത്ത് കൊടുക്കുന്നത്? പുറത്ത് ജനങ്ങൾക്ക് നിങ്ങൾ എന്ത് മെസ്സേജാണ് കൊടുക്കുന്നത്? അപ്പോൾ അതിൽ കുറേ ഇരുന്ന് മെഴുകുന്നുണ്ട്. പിന്നെ നൂറ വരുന്നുണ്ട്, നൂറ ഇരുന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങളോട് നേരിട്ട് പറഞ്ഞതല്ലേ, മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യം നേരിട്ട് പറഞ്ഞതല്ലേ, ഞാനും അതിലോട്ടിരുന്ന് സംസാരിച്ചതല്ലേ, അതിനെന്താ ഇപ്പോൾ പ്രശ്നം? ഞങ്ങൾ കപ്പിളാണ്, ഞങ്ങൾ അപ്പം പറഞ്ഞു, എനിക്ക് ഇതിന് സംസാരിക്കാൻ താല്പര്യമില്ല, ഇതിനെപ്പറ്റി സംസാരിക്കാൻ താല്പര്യമില്ല, നിങ്ങൾ സംസാരിച്ചു, എനിക്ക് കുറേ തെറ്റുകൾ പറ്റിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആൾ എഴുന്നേറ്റ് പോവുക ചെയ്തത്. സത്യം പറഞ്ഞാൽ ഇത് ഷാനവാസിന് പോസിറ്റീവായിട്ട് പുറത്ത് നിൽക്കത്തുള്ളൂ. ഷാനവാസ് ഉള്ളത് കൊണ്ടാണ് ആദിലയും നൂറയും അവിടെ കണ്ടന്റ് ഉണ്ടാക്കിയതും അവർക്ക് ഇത്രയും നാൾ നിൽക്കാൻ പറ്റിയതും. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഇവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. ആദ്യം അനുമോളുണ്ടായിരുന്നു, അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ട്, ഡ്രസ്സിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് റിയാസ് അലീം വരുന്ന ആ ഒരു വീക്കിൽ അനുമോളെ ബാക്ക് സ്റ്റാബ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആരൊക്കെ കൂടെയുണ്ട് അവരെ ബാക്ക് സ്റ്റാബ് ചെയ്യുന്ന രണ്ടാൾക്കാരാണ് ആദില, നൂറ. വേറെ ഒന്നും ഞാൻ തൽക്കാലം പറയുന്നില്ല, അവരായി അവരുടെ പാടായി. പക്ഷേ ഷാനവാസിന് ഇതെന്നും പോസിറ്റീവായിട്ടാണ് പുറത്ത് നിൽക്കത്തുള്ളൂ. കാരണം എനിക്ക് വരുന്ന കുറച്ച് കമൻസിലാവട്ടെ, ലൈവിനടിയിലുള്ള കമൻസിലാവട്ടെ, എല്ലാത്തിലും ഷാനവാസിന് പോസിറ്റീവായിട്ടാണ് വരുന്നത്. എന്തായാലും നന്നായി, ആദില നൂറിൽ നിന്നും നിങ്ങൾ ഒഴിഞ്ഞു മാറിയത് നന്നായി എന്ന് പറയുന്ന കുറേ ടീംസുണ്ട്. ഓക്കെ, പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. സിജോ, കഴിഞ്ഞ ബിഗ് ബോസിൻ്റെ താരം സിജോ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ദിയ സനയും കൂടെയുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതിൽ ദിയ സനയും സിജോയും ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഈ മെയിൽ ഷോവനിസ്റ്റിൻ്റെ കാര്യം. സിജോ എന്നിട്ട് എടുത്ത് പറയുന്നുണ്ട്, ഇത് ഷാനവാസിനോട് ഡിസ്കസ് ചെയ്തിരുന്നെങ്കിൽ മിക്കവാറും അത് ബാക്ക് സ്റ്റാബായി പോയേനെ, അത് കാണിച്ചിരുന്നെങ്കിൽ അത് ബാക്ക് സ്റ്റാബായി പോയേനെ. ദിയ അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ശരി, അത് ബാക്ക് സ്റ്റാബായി പോകുന്നുണ്ട്, അവൾമാരുടെ സ്വഭാവത്തിന് നേരിട്ട് പറയേണ്ടതാണ്, പക്ഷേ ഇത് പറഞ്ഞില്ല. അതിപ്പം അവരും പറയുന്നുണ്ട് ഇത് ബാക്ക് സ്റ്റാബായിട്ടോ ആകും എന്നുള്ളത് എന്നുള്ളത് അവരും പറയുന്നുണ്ട്. സോ എനിവേ ആദിലയുടെയും നൂറയുടെയും ഒക്കെ ഇനി അവിടെ ഇരുന്ന് ഈ 3 പേരുണ്ട്, ആദില, നൂറ, അനുമോൾ, അവിടെ 3 പേരും കൂടി ഇരുന്ന് കുറ്റം പറയുന്നുണ്ട്. ഷാനവാസിനെ പറ്റി പറയുന്നുണ്ട്, എല്ലാവരെയും പറ്റി കുറ്റം പറയുന്നുണ്ട്, അക്ബറിനെ പറ്റി പറയുന്നുണ്ട്, നെവിനെ പറ്റി പറയുന്നുണ്ട്. ഓക്കെ, അവരുടെ പാടായി കുഴപ്പമില്ല. പക്ഷേ ഷാനവാസ് ഇനി മനസ്സിലാക്കി കളിച്ചാൽ ഒരു പക്ഷേ ഷാനവാസിന് ഇനി മുന്നേറാൻ പറ്റും എന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലായി. ഷാനവാസിന് ഏതാണ്ട് കാര്യങ്ങൾ പിടികിട്ടിയിട്ടുണ്ട്. മിക്കവാറും ഷാനവാസ് നല്ലൊരു ഒബ്സർവറാണ്. ആദ്യം മുതൽ നല്ലതായിട്ട് ഗെയിം കളിച്ച് വന്നതാണ്. ഇവരുമായിട്ട് കൂട്ടുകൂടിയതിന് ശേഷം കുറച്ച് ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഇതെല്ലാം ഷാനവാസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഷാനവാസ് എനിക്ക് തോന്നുന്നു ആൾക്ക് മനസ്സിലായിട്ടുണ്ട് ഇനി എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് കളിക്കേണ്ടത് എന്നുള്ളത് ഷാനവാസിന് മനസ്സിലായിട്ടുണ്ട്. അതാണ് നമുക്ക് ലൈവിൽ നിന്ന് മനസ്സിലായത്. എന്തുകൊണ്ട് ബി അത് എപ്പിസോഡിൽ നിന്ന് കട്ടാക്കിയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഷാനവാസിന് പോസിറ്റീവ് വന്നാലോ എന്ന് വിചാരിച്ചിട്ടാണോ ബി കട്ടാക്കിയെന്ന് എനിക്കറിയില്ല. ബിക്കോസ് ബി എപ്പോഴും അക്ബറിനെയും ആര്യനെയും ഒക്കെ വൈറ്റ് വാഷ് ചെയ്ത് അവരെ ടോപ്പിൽ എത്തിക്കാനായിട്ടാണ് ശ്രമിക്കുന്നത്. ഇത് കട്ടാക്കിയിട്ടുണ്ടെങ്കിൽ പുറത്തിപ്പം എപ്പിസോഡ് കാണുന്ന ആർക്കും ഇത് മനസ്സിലാവത്തില്ല. ലൈവ് ചിലപ്പം ഈ ഒരു 10-ന് ശേഷം മിക്കവാറും കാണുന്നവരായിരിക്കത്തില്ല, അത്ര അഡിക്റ്റായിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇത് കാണത്തുള്ളൂ. അപ്പോൾ എന്താ നടന്നെന്നുള്ളത് പിന്നീട് അവർക്ക് ഊഹിച്ചെടുക്കുക, ഇങ്ങനെ എപ്പിസോഡിൽ കാണിച്ചില്ലല്ലോ. പക്ഷേ ഇവർ തമ്മിലുള്ള കോൺവെർസേഷനിൽ ഇറ്റ് ഈസ് എവിഡൻ്റ് ആണ് ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട് എന്നും നിങ്ങൾ എഴുന്നേറ്റ് ചെയ്യുന്നത് പറഞ്ഞെന്നുള്ളതും ഒക്കെ ലൈവിൽ എവിഡൻ്റ് ആയിട്ട് ഷാനവാസ് ആദിലോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആദില ഇരുന്ന് മെഴുകുകയാണ്, അയ്യോ അങ്ങനല്ല ഇക്ക, ഇങ്ങനല്ല ഇക്ക എന്നൊക്കെ പറഞ്ഞു. പിന്നെ വേറൊരു കാര്യം പറയുന്നുണ്ട്, ഞങ്ങൾ എത്ര വഴക്കിട്ടിട്ടും അങ്ങേര് വന്നാണ്, പുള്ളിക്കാരൻ തന്നെ വന്നാണ് ഇവരോട് മിണ്ടാകുന്നത്. പക്ഷേ അല്ല, അന്ന് ആ ഹോട്ടൽ ടാസ്കിന് ശേഷം ഇവർ തമ്മിൽ നല്ല വഴക്കിന് ശേഷം അനു, ആദില, നൂറ എല്ലാം കൂടെ വന്ന് പുള്ളിയോടാണ് സംസാരിച്ചത്. ഇനിയെങ്കിലും പുള്ളിക്കാരൻ ഇതൊക്കെ മനസ്സിലാക്കി ഗെയിം ചേഞ്ച് ചെയ്താൽ പുള്ളിക്കാരൻ തന്നെയായിരിക്കും ബെറ്ററായിട്ട് വരുന്നത്. എപ്പിസോഡിന് ശേഷവും, അതായത് ലാലേട്ടൻ പോയി ഗുഡ് നൈറ്റും പറഞ്ഞ ശേഷവും നമുക്ക് കാണിക്കുമ്പോഴും അനുമോളടുത്ത് അതിൽ എന്താണ് ബാക്ക് സ്റ്റാബ് തന്നെയാണ് ചെയ്യുന്നത്. ആ നല്ലൊരു ടാസ്ക് കൊണ്ട് കുളവാക്കി. പിന്നെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ എൻ്റെ അടുത്ത് വന്ന് വലിയ മൂത്താപ്പയൊക്കെ കളിക്കുന്നു. ഇതിങ്ങനെയാണോ ഒരു ശരിക്കും പറഞ്ഞൊരു ബോണ്ട് എന്ന് പറയുന്നത്? വല്ലവരും പറയുന്നത് കേട്ടിട്ട്, അതായത് പുറത്ത് നെഗറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് അകത്ത് നിൽക്കുന്ന ഒരു ക്ലോസ് ആയിട്ടുള്ള ആളിനോട് ഇങ്ങനെ ബിഹേവ് ചെയ്യുക, അത് ആദിലയുടെ ഇഷ്ടം. അതെന്തുകൊണ്ടും ഷാനവാസിന് അത് ബെറ്ററായി തോന്നും എന്ന് തന്നെയാണ് ഞാൻ ചിന്തിക്കുന്നത്.
എനിവേ നമുക്കിനി നാളത്തെ എപ്പിസോഡും, പക്ഷേ ഇന്നത്തെ ലൈവും കാര്യങ്ങളൊക്കെ പോകുമ്പം ഷാനവാസ് ഇനി ഒന്നും കൂടെ സ്ട്രോങ് ആയിട്ട് വരും. ആ ഉമ്മ ഒരു ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ വന്നൊരു ഉമ്മ ക്ലൂ കൊടുത്തിട്ടുണ്ടായിരുന്നു, ഇത്രയും നാളും വന്ന് ആ ഒരു ഗ്രാഫ് ഇച്ചിരി കുളമായിട്ടുണ്ട് എന്നുള്ള പറഞ്ഞതൊക്കെ ഉമ്മയുടെ ഒരു ക്ലൂ ആണ്. ഇതിൽ നിന്നൊക്കെ ഹീസ് എ ഗുഡ് ഒബ്സർവർ, മനസ്സിലാക്കാൻ പറ്റുന്ന ആളാണ്, മനസ്സിലാക്കും എന്ന് തന്നെയാണ് എനിക്ക് വിശ്വാസം. ഈ ആദില നൂറ എന്ന് പറയുന്ന വ്യക്തികളോട് അത്ര കൂടാൻ പോകണ്ട എന്നാണ് എനിക്ക് പറയാനുള്ളത്. സ്റ്റേ ട്യൂൺ.